ഞാൻ നിങ്ങളോട് പറയാം, രഹസ്യമായിട്ട് പോലും വർഗീയത പറയരുത്. മനുഷ്യനെ കുറിച്ച് മാത്രമേ സംസാരിക്കാവൂ. അവൻ ഹിന്ദു ആകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, മുസ്ലിം ആകട്ടെ, സംസാരിക്കുന്നത് മനുഷ്യനെ കുറിച്ച് മാത്രം. മനുഷ്യനെ നൊമ്പരപ്പെടുത്തുന്ന, അവന്റെ രക്തത്തെ ചിന്തുന്ന, ഒരമ്മയുടെ കണ്ണുനീര് വീഴ്ത്തുന്ന, ഒരു ഉമ്മയെ സങ്കടത്തിലാക്കുന്ന, ഒരമ്മച്ചിയെ വഴിതാരമാക്കുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. വർഗീയതയെക്കുറിച്ച് മരിക്കുന്നത് വരെ പറയും. ഞാൻ എന്റെ ജീവിതത്തിലെടുത്ത ശപഥമാണ്. നമ്മുടെ ഇന്ത്യ രാജ്യം ഇതാവണം പുരോഹിതൻ, ഇതാവണം പുരോഹിതൻ, ഇതാണ് യഥാർത്ഥ മതപുരോഹിതൻ. സാധാരണ ഈ ഒരു മതത്തിലും, പ്രത്യേകിച്ച് ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, മുസ്ലിംസൊക്കെ ആയിക്കോട്ടെ, അവരുടെ മതത്തെ പൂഴ്ത്തിയവർ മറ്റു മതങ്ങളെയൊക്കെ നിന്ദിച്ച് പറയുന്ന ആൾക്കാരാണ്. പക്ഷെ അതിൽ നിന്ന് വളരെ വളരെ വ്യത്യസ്തമാണ് അദ്ദേഹം പറഞ്ഞ ഒരിക്കൽ പോലും അയാളുടെ ശബ്ദം നോക്കുക, ഞാൻ ജീവിതത്തിൽ ഒരിക്കലും വർഗീയത പറയില്ല, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന, രക്തം ചിന്തുന്ന കാര്യങ്ങളൊട്ട് ചെയ്യുകയില്ല. അതാവണം മനുഷ്യൻ. അത് മതത്തിൻ്റെ രീതിയിലല്ല, മനുഷ്യൻ എന്ന് മാത്രമേ പറയുള്ളൂ. രഹസ്യമായിട്ട് പോലും വർഗീയത പറയരുന്നുണ്ട്. കാരണം ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ ചെറുപ്പത്തിൽ രാവിലെ ഉദിത് ചൈതന്യജിയുടെ പരിപാടിയുണ്ട്. ഉദിത് ചൈതന്യജി ഒരിക്കലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കൃഷ്ണനായിക്കോട്ടെ, ക്രിസ്തു ആയിക്കോട്ടെ, നബി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, എല്ലാത്തിലും ഒരേ ചൈതന്യമാണുള്ളത് എന്നത് അദ്ദേഹം ഒരു വർഗീയത പോലും കൂടാതെയാണ് അദ്ദേഹവും പറഞ്ഞത്. ഇതേ ഡയലോഗ് തന്നെയാണ് അദ്ദേഹവും പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എല്ലാവരും ഒരു രഹസ്യമായിട്ട് പോലും വർഗീയത, അദ്ദേഹം പറഞ്ഞോട് 100% യോജിക്കുന്നു. രഹസ്യമായിട്ട് പോലും വർഗീയത പറയരുത്.